നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തോമസ് ആൽവ എഡിസന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് വളരെ ചെറുതിലെ അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ സ്കൂളിൽ നിന്ന് ഒരു ലെറ്റർ കൊടുത്തുവിടുകയാണ്. ആ ഒരു ലെറ്റർ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മ അത് പൊട്ടിച്ച് ഉറക്കെ വായിക്കുന്നത് ഇങ്ങനെയാണ്: തന്റെ മകൻ പഠിക്കാൻ വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ ഇനി സ്കൂളിലേക്ക് പോകണ്ട എന്ന്. കുറെ വർഷങ്ങൾക്ക് ശേഷം തന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് തോമസ് ആൽവ എഡിസൺ ഈ ഒരു ലെറ്റർ വീണ്ടും കാണുന്നത്. അപ്പൊ അതെടുത്ത് വെച്ച് വായിച്ചു നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അതിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണെന്ന്. അതായത് ഈ കുട്ടി പഠിക്കാൻ വളരെ മോശമാണെന്നും അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു സ്കൂളിൽ ഈ കുട്ടിക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുമായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. ഇത് വായിച്ചതിന് ശേഷം അദ്ദേഹം തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: ഞാനൊരു ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയായിരുന്നു എന്നും പക്ഷെ എൻ്റെ ഹീറോ ആയ അമ്മ എന്നെ വളർത്തി ഒരു ജീനിയസ് ആക്കി എന്നുമാണ് അദ്ദേഹം തന്റെ ഡയറിയിൽ കുറിച്ചത്. ഇത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധി ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ പഠനത്തിലൊന്ന് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ലേണിംഗ് ഡിസബിലിറ്റീസ് പലതരത്തിലുണ്ട്. അതായത് ചിലപ്പോൾ വായിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അറ്റൻഷനുള്ള പ്രോബ്ലം ആയിരിക്കാം, അതും അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട്, കേൾവിക്ക് പ്രശ്നമില്ല, പക്ഷെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. ഇങ്ങനെ നിരവധി തരത്തിൽ ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി കാണാറുണ്ട്. അതുകൂടാതെ തന്നെ ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒക്കെ ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റീസ് കുട്ടികളിൽ കാണാറുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണാതെ മണ്ടനാണ്, മടിയനാണ് എന്നുള്ള പേരുകൾ കൊണ്ട് അവരെ വിഷമിപ്പിക്കാതെ പകരം ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനും അവരുടെ കൂടെ ഇരുന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ സഹായിക്കാനും നമ്മൾ ശ്രമിക്കണം. നമ്മളല്ലാതെ വേറെ ആരാണ് നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഹോമിയോപ്പതിയിലെ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്.